ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദിനിയേട്ടയും വിനയേട്ടനും ഇരുന്ന് കേക്ക് കഴിക്കാം കേട്ടോ. നല്ല സ്വാദുണ്ടല്ലേ. അപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ടേ. ആ കാക്കയുടെ വിശപ്പും മാറി, പശുവിൻ്റെ കടിയും മാറി. നമ്മൾ കേക്ക് മേടിച്ചതുമില്ല, എന്നാൽ നമുക്കതിൻ്റെ പേരും കിട്ടി. നിങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരുന്നോ? അവൾ മനഃപൂർവ്വം നമ്മളെ പിടിച്ച് മുന്നിലിട്ടതാണ് എൻ്റെ മനുഷ്യ. കേക്ക് മേടിച്ചത് നമ്മളല്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങളത് കയറി സമ്മതിച്ചത്. എടി, ചുളുവിലൊരു അവസരം കിട്ടിയപ്പോൾ ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ അത് വിശ്വസിച്ചോ? അത് അവസാന സമയമായപ്പോഴത്തേക്കിനും വിക്രം ആ ഗിഫ്റ്റുമായിട്ട് വന്നുകൊണ്ടല്ലേ. അതായിരുന്നു അവളുടെ ലക്ഷ്യം. നമ്മൾ കേക്ക് മേടിച്ചതുപോലെ വിശ്വേട്ടൻ ഡ്രസ്സ് കൊടുത്തതും അവളുടെ കാശ് കൊണ്ട് തന്നെയായിരിക്കും. അവളെന്തിനും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ വിനയം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി പറയുകയാണ്, അതാണ് മനുഷ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അവരുടെ മക്കളെല്ലാവരും നല്ല രീതിയിലാണെന്നുള്ള ഇത് വരുമ്പോൾ നമ്മുടെ വിക്രത്തിനെ കൂടെ നല്ലവനാണെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ കഷ്ടപ്പെട്ട് ചാക്ക് ചുമന്നുണ്ടായ പൈസ കൊണ്ട് കിട്ടിയിട്ടാണ് അത് മേടിച്ചതെന്ന് പറയുന്നതിന് മുന്നേ അച്ഛൻ വിട്ട്. അതാണ് സന്തോഷം. അപ്പോഴത്തേക്കിനും വിനയം പറയുന്നുണ്ട്, അതൊക്കെ അമ്മ എപ്പോഴും ചെന്ന് പറഞ്ഞു കാണും. ഒരു കാര്യമുണ്ട് നന്ദിനി, വേദ ഈ കുടുംബത്തെ തല്ലി തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നില്ല, എല്ലാവരെയും കൂടി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. അതെ, നിങ്ങൾക്കിപ്പോൾ അവളാണല്ലോ മാലാക എന്ന് നന്ദിനി കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ വിനയൻ്റെ കൈ പിടിച്ച് പറയുന്നുണ്ടേ. എന്തു പറഞ്ഞാലും ശരി, അവൾ ഈ കുടുംബത്തിലെ മരുമകളായാൽ പിന്നെ എൻ്റെയും നിങ്ങളുടെയും സ്ഥാനം പുറത്താ. ജീവനോടെ എടുത്ത് കിണറ്റിലിടാനും മടിക്കത്തില്ല എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് തന്നെയല്ല, ഇപ്പോൾ വിശ്വേട്ടനും ശ്രീചേട്ടത്തിക്കും അമ്മയ്ക്കും എല്ലാവർക്കും അവളിനെ ഭയങ്കര ഇഷ്ടമാണ്. നേരിട്ട് കാണുമ്പോൾ വെട്ടുപോത്ത് പോലെ നിൽക്കുന്ന സാധനം ആ ചെക്കൻ ഇപ്പോൾ ചെറിയൊരു ഇടറക്കം ഉള്ളത് പോലെ എനിക്കൊരു തോന്നൽ. അതുകൂടാതെ നിങ്ങളും കൂടെ അവളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തിളകും. അയ്യോ, നിനക്ക് ഭ്രാന്തിളകുന്നതിനെ പറ്റിയിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നില്ല, ഇനി അവളെപ്പറ്റി പറയുന്നേ ഇല്ല എന്നിങ്ങനെ വിനയം പറയുവാണ്. ഇനി നമ്മൾ കെട്ടാൻ പോകുന്ന വീടിനെ പറ്റി പറയാം. അതാകുമ്പോൾ നല്ല രസമായിരിക്കും. KP കുറിയിൽ ഇനി ഒരടവും കൂടെ ഉള്ളൂ. അതിനുള്ള 20,000 ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിനയനും പറയുന്നുണ്ടേ. അവസാന നറുക്കൂടെ കഴിഞ്ഞാൽ രൂപ 6 ലക്ഷമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്നിങ്ങനെ നന്ദിനി പറഞ്ഞ് ചിരിക്കുവാണ്. കമ്പനിയുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി 5.25 ലക്ഷം നമ്മുടെ കയ്യിൽ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനയൻ നമ്മുടെ നന്ദിനിയുടെ കയ്യിലുള്ള കേക്കെല്ലാം തൂത്തു മാറ്റുവാണ്. നമ്മൾ കണ്ടുവച്ച ആ സ്ഥലം മേടിക്കാനായിട്ട് കയ്യിലുള്ളത് കൂടാതെ ഇനി എത്രയും കൂടെ വേണമെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, കയ്യിലുള്ളത് കൂടാതെ ഒരു 6 ലക്ഷം രൂപയും കൂടെ വേണ്ടി വരും. അത് വേണ്ട, അത് നമ്മുടെ വീട് പണിയുടെ അവസാന സമയത്തേക്ക് ഞാൻ ഉന്നം വെച്ചിരിക്കുക. അയ്യടാ, അപ്പോൾ അതിൽ ഉന്നം വെച്ചിരിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുവേ. എടി, ലോകത്തെ ഏത് ഭർത്താവാണ് ഭാര്യയുടെ സ്വർണ്ണത്തിൽ കണ്ണു വെക്കാതെ വീട് പണിതിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഭാര്യമാരുടെ സ്വർണം തന്നെയാണ് വീടിൻ്റെ ഐശ്വര്യം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദിനി ഇങ്ങനെ പൊങ്ങുവാണേ. സ്ഥലം വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് പണി തുടങ്ങണം വിനയേട്ടാ. കൊള്ളാം, എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ പോരെ എന്നിങ്ങനെ വിനയം പറയുക. എന്നിട്ട് പിന്നെ ചേർത്ത് പറയുകയാണ്, നന്ദിനി അടുത്ത് പറയുകയാണ്, നമ്മുടെ ഹാളിൽ ഒരു ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ, 3 ബെഡ്റൂമും വേണം. നമുക്കും നമ്മുടെ ജനിക്കാൻ പോകുന്ന മക്കൾക്കും. തൽക്കാലം ഒരെണ്ണത്തിനകത്ത് AC വെക്കാം. വേനൽക്കാലത്ത് ഭയങ്കര ചൂടായിരിക്കും. ഈ വീട്ടിലില്ലാത്തതെല്ലാം നമുക്ക് മേടിക്കണം. കാറ്, വാഷിംഗ് മെഷീന്, ഹോം തിയേറ്റർ, സോഫ സെറ്റ്, ഇൻ്റർനെറ്റ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം വിനയം ചെയ്യുകയാണ്, അപ്പം മനസ്സമാധാനം വേണ്ടെന്നേ. എനിക്കിവിടെ മതിയായി വിനയേട്ടാ, ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് താമസിക്കണം. അപ്പം വിനയം പറയുന്നുണ്ട്, ശരിയാ, ഒറ്റ മരത്തിലെ കുരങ്ങത്തിയെ പോലെ വളർന്ന് എനിക്ക് കൂട്ടുകുടുംബം പിടിക്കത്തില്ല എന്നിങ്ങനെ വിനയം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ എന്നെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുവേ. അല്ല, നീ ഒറ്റ മകളായിട്ട് വളർന്നു വന്നതല്ലേ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയേ. അല്ലാതെ നിങ്ങളെന്നെ കുരങ്ങത്തിന്ന് വിളിച്ചതല്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ഇങ്ങനെ വിനയൻ്റെ അടുത്ത് മെക്കിട്ട് കയറാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും വിനയൻ ഇങ്ങനെ സാവകാശം നമ്മുടെ ഡ്രാമ ഇറക്കുകയാണ്. നന്ദിനി, നീ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വന്നേ. എന്നിട്ട് ആ കണ്ണാടിയിലിട്ടൊന്ന് നോക്കിയേ, നിൻ്റെ മുഖമാണോ എൻ്റെ മുഖമാണോ നല്ലതെന്ന് നോക്ക്. ഇപ്പം നിന്നെ കഴിഞ്ഞ് കൂടുതലായിട്ട് ആ കണ്ണാടിയിൽ കുരങ്ങനെ പോലെ കാണുന്നത് എൻ്റെ മുഖമല്ലേ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയേ. നിന്നെപ്പോലൊരു സുന്ദരിയായിട്ടുള്ള കുട്ടിക്ക് എന്നെപ്പോലുള്ള ആൾക്ക് ഇങ്ങനത്തെ ഒന്നും ഒരു ഭാര്യനെ കിട്ടത്തേ ഇല്ലായിരുന്നു. അതൊക്കെ അറിയാവാനിട്ടാണോ എന്നെയായിട്ട് ഇങ്ങനെ വാരുന്നത് എന്നിങ്ങനെ ചോദിക്കാം. അച്ഛൻ ഇങ്ങനെ എപ്പോഴും പഴഞ്ചൊല്ല് പറയാറില്ലേ, അതിങ്ങനെ അറിയാതെ വായി വന്നാന്നൊക്കെ പറഞ്ഞ് വിനയം തടി തപ്പുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് അവിടെ നിന്ന് ഒരു കേക്കും കൂടെ എടുത്ത് കൈ കൊടുത്തിട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കിനും പിന്നെ വിനയനൊരു സംശയം, ശരിക്കും ഞാൻ കുരങ്ങനെ പോലെയാണോ എന്ന് പറഞ്ഞിട്ട് കണ്ണാടി ഒന്നുകൂടെ നോക്കുവാണേ. പിന്നെ നമ്മുടെ കാണിക്കുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ കൊട്ടാരമാണ് കേട്ടോ. കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ എല്ലാം ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ എന്താ ഒരു വ്യത്യാസം എന്നിങ്ങനെ ചോദിക്കുവാണേ. പഴയ കമ്മിറ്റിയിൽ എതിർക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ സാറിനെതിരെ ആയതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. അതുകൊണ്ടാണോ വീട്ടിൽ വന്ന് എതിർക്കാൻ ഒരുങ്ങുന്നത്? ഇതൊരു എതിർപ്പായിട്ട് കാണല്ലേ, മറ്റുള്ള പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പാർട്ടിയാണെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. ഓസ്ട്രേലിയയിലെല്ലാം അവർ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അവരാണെന്ന് ശ്രീനി സാറിന് അറിയാമല്ലോ. അപ്പോൾ ശ്രീനി സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് യൂത്ത് പ്രസ്ഥാനത്തിൻ്റെ മെയിനായിട്ടുള്ള ആളിലേക്ക് അവരിൽ ഒരാളെ ആരെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ വിക്രത്തിനെ ഒഴിവാക്കണം അല്ലേ? അല്ല, അങ്ങനല്ല. വിക്രത്തിന് ട്രേഡ് യൂണിയൻ്റെ മേധാവിത്വം നൽകാമല്ലോ. ശ്രീനി സാർ പറഞ്ഞ പോലെ SK ട്രേഡേഴ്സിൻ്റെ ഇതിൽ ഒരു യൂണിറ്റ് അവൻ തുടങ്ങട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീനിവാസൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മാണിക്കുഞ്ഞ് നീ രാഷ്ട്രീയം കഴിച്ചു, പക്ഷേ അത് എൻ്റെ അടുത്ത് ഇറക്കല്ലേ. അത് പിന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട്. താൻ ചെല്ല്, വിക്രം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മെയിൻ ആളായിട്ട് അവനുണ്ടാവും. മാണിക്കുഞ്ഞ് ചെല്ല് എന്നും പറഞ്ഞിട്ട് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പറയും, സാറേ ശ്രീകാന്ത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, നല്ല സമയമാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീശാന്ത് അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്താ ശ്രീശാന്തേ ഇരിക്കുക എന്നിങ്ങനെ പറയുവേ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല, വെറുതെ വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാനത് സീരിയസ് ആയിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ നിൽക്കുമായിരുന്നു. നിങ്ങളുടെ പുതിയ കമ്പനി ഉണ്ടല്ലോ SK ട്രേഡേഴ്സ്, അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിക്രമായിരിക്കും ആ യൂണിയൻ്റെ നേതാവ് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ഇങ്ങനെ ശ്രീശാന്ത്, ഓഹോ, അവനോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് പുറപ്പാട് അല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അല്ല, നിങ്ങളിനി വിക്രമിൻ്റെ പേരിലുള്ള ട്രേഡ് യൂണിയനുമായി ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നർത്ഥം. ശ്രീനിവാസൻ, ഇവിടെ വേറെയും മന്ത്രിമാരുണ്ട്, ഭരണവശത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നവർ. നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അല്ലാതെ പ്രോഗ്രസീവ് എന്ന ഊക്കിൽ പാർട്ടിയെ കണ്ടിട്ടുള്ള ഗുണ്ടാ സംഘത്തെ കണ്ട് പേടിച്ചിട്ടല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് ശ്രീനിവാസൻ സാറ് ചാടി ഇങ്ങനെ എണീച്ചിട്ട് നിർത്തടാന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരക്ഷരം വേണ്ടിയാ, വന്ന കാലിനെ തിരിച്ചു പോകില്ല, എന്താ കാണണമെന്ന് ചോദിക്കുവേ. ഒരു കെട്ട് പച്ച നോട്ട് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ സ്വീകാരം ചെയ്യല്ലാത്ത കാര്യങ്ങളൊന്നുമില്ലെന്ന് അറിയാൻ വയ്യാത്ത നാട്ടുകാരല്ല ഇവിടെ ഉള്ളത് എന്നിങ്ങനെ ശ്രീശാന്ത് പറയുകയാണ്. ഇലക്ഷന് മുന്നേ അതെല്ലാം പുറത്ത് വരാതെ നോക്കാനും നിങ്ങൾക്ക് കഴിയണം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീനിവാസൻ ഇങ്ങനെ ചിരിക്കും കേട്ടോ. നിൻ്റെ ഭീഷണി എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും ശ്രീനിവാസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. അത് പുറത്ത് വരാത്തതിന് കാരണവും ഞാൻ തന്നെയാണ് എന്നും അതും എനിക്കറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. കേട്ടോടാ, മനസ്സിലായോടാന്ന് ചോദിച്ചിട്ട് നമ്മുടെ ശ്രീശാന്തിൻ്റെ കുത്തിനൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ അതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചവർക്ക് കിട്ടിയ സമ്മാനം എന്താണെന്നും അത് നീ ചോദിച്ചറിയാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവരുടെ കഴിച്ചോട് അറിയുന്നതിന് മുന്നേ ഇവിടെ തെണിച്ച് പോകാൻ നോക്കുക, ബാക്കിയുള്ളത് ഞാൻ വിക്രം വഴി തന്നോളാം. അതിനുശേഷം നമ്മുടെ മാഷിനെയാണ്. മാഷ് ഇങ്ങനെ വീടിൻ്റെ മുമ്പത്തേക്ക് സൈക്കിളുമായിട്ട് തള്ളിക്കൊണ്ട് വന്ന് സൈക്കിളൊക്കെ നിർത്തിയിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേദ ഇങ്ങനെ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വേദന ഒന്ന് വിളിക്കണമല്ലോ, അപ്പോൾ വിളിക്കാൻ മടി, എന്നിട്ട് ഇങ്ങനെ ചുമച്ചൊക്കെ ചെറുതായിട്ടൊന്ന് ചുമയ്ക്കുവാണ്. അപ്പോഴത്തേക്കിനും അച്ഛൻ വന്നു എന്നിങ്ങനെ വേദനയ്ക്ക് മനസ്സിലായിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വേദ ചെല്ലും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ നമ്മുടെ അമ്മയും കിച്ചണിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാവേ. അന്നേരത്തേക്കിനും മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ ഇങ്ങനെ എടുക്കും കേട്ടോ. എന്നിട്ടത് വേദയുടെ നേർക്ക് നീട്ടുകയാണേ. അപ്പോഴത്തേക്കിനും എന്താ മാഷ ഇതെന്ന് ചോദിച്ചുകൊണ്ട് കനക അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുകയാണ്, 5000 രൂപയുണ്ട്, ഇത് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വേദയുടെ കയ്യിലോട്ട് അച്ഛൻ ആ രൂപ കൊടുക്കാനായിട്ട് ശ്രമിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കിയ നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞല്ലോ, അത് അവരാണ് നടത്തിയതെന്ന് പറയുന്നിടത്തോളം കാലം നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഈ പണം പക്ഷേ കടവാണ്, അത് ഞാൻ തന്നെ വീട്ടണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് വേദയ്ക്കങ്ങ് ഭയങ്കര സങ്കടമാകുന്നുണ്ടോ. കറണ്ട് ബില്ല് കൂട്ടി അടിച്ചപ്പോൾ ഞാൻ കടക്കാരനായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊരു പേന തന്നിരുന്നു, മോൾക്ക് ഓർമ്മയില്ലേ? മോൾ ഈ പൈസ മേടിച്ചിട്ട് ആ പേന എനിക്ക് തിരിച്ചു തരണം. അതിൽ ബാക്കി എന്തെങ്കിലും വരികയാണെങ്കിൽ കമലയെ ഏർപ്പെടുത്തിയാൽ മതി, മടിക്കേണ്ട, വാങ്ങിച്ചോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ മേടിക്കാൻ നിൽക്കുവാണേ. അപ്പോഴത്തേക്കിനും മാഷ് പറയുന്നുണ്ട്, ഈ പണത്തിൻ്റെ കഴിഞ്ഞ് മൂല്യമുണ്ട് ആ പേനയ്ക്കെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അതന്ന് തന്നത്.
പണയെടുക്കലും പലിശയ്ക്ക് കൊടുപ്പും ഒന്നും എൻ്റെ രീതിയല്ല അച്ഛാ. എന്നിട്ട് പെട്ടെന്ന് സോറി മാഷേ എന്നിങ്ങനെ പറയുന്നുണ്ടേ. അതുകൊണ്ട് അന്ന് തന്നെ ആ പേന ഞാൻ അമ്മയെ തിരിച്ചേൽപ്പിച്ചിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത് കറണ്ട് ബില്ല് അടച്ചത് ശ്രീജി അടുത്തിയോ നന്ദിനി അടുത്തിയോ ആയിരുന്നെങ്കിൽ എന്നെപ്പോലെ അത് പണയം വെക്കുവോ അത് പൈസ തിരിച്ചടയ്ക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ അച്ഛൻ? ഇല്ലയെന്ന് എനിക്കറിയാം. കാരണം അവരെ മരുമക്കളായിട്ട് അച്ഛൻ അംഗീകരിക്കുന്നുണ്ട്, എന്നെ അംഗീകരിക്കുന്നു ഇല്ല എന്നിങ്ങനെ വേദ സങ്കടത്തോടെ പറയുകയാണ്. ശരിയല്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മാഷ് പറയുകയാണ്, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓവ്, അന്ന് മാഷ് എന്താണ് വിചാരിച്ചിരുന്നത് എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. മാഷ് 2 മക്കളെ മകനായിട്ട് അംഗീകരിക്കുന്നുള്ളൂ, മൂന്നാമത്തെ ആളിനെ മക്കളായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വീട്ടിലെ എന്നെയും മാഷ് അന്യ വ്യക്തിയായിട്ട് കാണുന്നത്. അപ്പോഴത്തേക്കിനും മോളെ എന്നിങ്ങനെ അമ്മ വിളിക്കുന്നുണ്ടേ. അമ്മ ഒന്നും പറയല്ലേ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്ന പൈസയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന ആ ഡ്രസ്സ് അച്ഛനിങ്ങനെ മാഷിങ്ങനെ വലിച്ചെറിയത്തില്ലായിരുന്നു. വിക്രം അത് എങ്ങനെയാണ് മേടിച്ചത് എന്നുള്ള ഒരു അന്വേഷണം പോലും മാഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇല്ല, ഞാൻ ചോദിച്ചില്ല, ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. അത് അനുഭവം തന്ന പാഠമാണ്. ആദ്യം മുതൽക്ക് തന്നെ അത് അങ്ങനെ ആയിരുന്നില്ലേ? മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എല്ലാം ഇളയ മകനിലായിരുന്നല്ലോ. ആ കാലം എന്തുകൊണ്ടാണ് മാറിപ്പോയത് എന്നിങ്ങനെ മാഷിനോട് ചോദിക്കുക. അന്നത്തേക്കിനും അമ്മ വേദ എന്നിങ്ങനെ വിളിക്കുവാണേ. മതി, ഇനിയും ഈ വിഷയത്തിനെ പറ്റിയിട്ട് ഈ വീട്ടിൽ സംസാരം വേണ്ട. അല്ലമ്മേ, പ്രശ്നം അറിഞ്ഞാലല്ലേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. നിർത്താൻ പറഞ്ഞില്ലേ? ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ കുട്ടിക്ക് എന്ത് അധികാരമാണുള്ളത്? മാഷ് അകത്തേക്ക് ചെല്ലൂ, ഞാൻ വരാം. കുട്ടി, ഈ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ എൻ്റെ മക്കളുണ്ടാക്കി വെക്കുന്ന ബാധ്യതകളും എൻ്റെ മരണം വരെ അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടികളെ നന്നായി പഠിപ്പിച്ച് വലിയവരാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം മക്കളെ നന്നായിട്ട് വളർത്തുന്നതിൽ പരാജയപ്പെട്ട ഒരച്ഛനാണ് ഞാൻ. അതിനർത്ഥം ഞാനും എൻ്റെ ഭാര്യയും ശ്രമിച്ചിട്ടില്ല എന്നല്ല. കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടിൻ്റെ കഥ ചെറിയ ക്ലാസ്സുകളിൽ ഞാനും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിട്ടെറിഞ്ഞു പോയപ്പോൾ എല്ലാ അർത്ഥത്തിലും അവനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. പർവ്വതങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിച്ച ഒരു വിഡ്ഢിയായ വൃദ്ധനെ പോലെ അതും ഒരു പാഴ്വേലയായിരുന്നു. കുട്ടിയെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഏത് സമയം ഇവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള അധികാരം ഉണ്ടെന്നു കൂടിയാണ്. കാരണം എന്നെയും കമലയും വിശ്വസിച്ചിട്ട് 2 കുടുംബങ്ങളിലെ കുട്ടികളെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും ഒരു ഭാരം കൂടി താങ്ങാൻ വയ്യ. അത് പേടിക്കേണ്ട, ഞാൻ ഒരിക്കലും ഒരു ഭാരമാകില്ല. അത് തന്നെയുമല്ല, നിങ്ങൾ തള്ളിക്കളഞ്ഞ മകൻ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ തണലാകുമെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. അപ്പോഴോ എന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അച്ഛൻ അവിടെ പൈസയൊക്കെ വെച്ചിട്ട് റൂമിലേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കിനും അമ്മ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുവേ. അമ്മേ, ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമമായോ? അച്ഛൻ ഇപ്പോൾ 2 കഥ പറഞ്ഞു. ഒന്ന് കൂട്ടം തെറ്റിയ കുഞ്ഞാടിൻ്റെയും മറ്റേത് മലകളെ വെട്ടിമാറ്റാൻ ശ്രമിച്ച വൃദ്ധൻ്റെയും. അമ്മയും കേട്ടില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. മറ്റൊന്നുമല്ല, കുഞ്ഞാട് വിക്രം തന്നെയാണ്. പർവ്വതങ്ങളെ വെട്ടിമാറ്റാൻ ശ്രമിച്ച വിഡ്ഢിയായ വൃദ്ധൻ അത് അച്ഛനാണ്. പക്ഷേ ആ കഥയിൽ മാഷ് പറയാത്തൊരു ഭാഗം കൂടിയുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമല്ലേ എന്ന് ചോദിച്ചവരോട് ആ വൃദ്ധൻ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ശേഷം അടുത്ത ആൾ വരും, അവസാനം ഈ പർവ്വതത്തിന് ഒഴിഞ്ഞു പോകാതിരിക്കാനാവില്ലെന്ന്. ആ ദൃഢനിശ്ചയത്തിൻ്റെ പേരല്ലേ അമ്മേ പ്രതീക്ഷ. വിക്രത്തിൻ്റെ കാര്യത്തിൽ ആ പ്രതീക്ഷ നമുക്കും പുലർത്തിക്കൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അമ്മ വേദന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുക കേട്ടോ. ഒരുപാട് സന്തോഷ കണ്ണീരാണ് നമ്മുടെ അമ്മയിൽ നിന്ന് വരുന്നത്. പിന്നെ നമ്മുടെ മാഷിൻ്റെ അരികത്തേക്ക് അമ്മയെ പേനയുമായിട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വേദ തന്നപ്പോൾ തന്നെ മനഃപൂർവ്വം തന്നെ ഞാൻ മാഷിൻ്റെ അടുത്ത് പറയാതിരുന്നതാണ്, നമ്മുടെ മോൻ മാറുമല്ലേ മാഷേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം മാഷിങ്ങനെ പറയുകയാണ്, ഒരു ദിവസത്തേക്കിന് വേണ്ടി ആരുടെയോ പ്രേരണയാൽ മാറിയ നമ്മുടെ മകനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എല്ലാ കാലത്തേക്കുമായിട്ട് മനസ്സ് മാറിയ വിക്രത്തിനെയാണ് നമുക്ക് വേണ്ടത്. അവൻ മാറിയെന്ന് എനിക്ക് തോന്നണമെങ്കിൽ അവൻ ശ്രീനിവാസിൻ്റെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. ഒരു ജോലിയും ചെയ്യാതെ അവൻ ഈ വീട്ടിൽ വെറുതെ ഇരുന്നാലും എനിക്കാവും വരെ അവനെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ആ ബന്ധം അവൻ തുടരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വേണം. പക്ഷേ അത് പാലിക്കാൻ ഈ ജന്മത്ത് അവന് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതറിയാവുന്ന ഞാൻ വെറുതെ എന്തിന് പ്രതീക്ഷ വെച്ച് പുലർത്തണം? പക്ഷേ ആ കുട്ടി പറയുന്നത്
അതിന് സാധിക്കുമെന്നാണ്. ആയിക്കോട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമുക്ക് കഴിയാൻ സാധിക്കാതെ പോയത് അവളത് സാധിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു ജീവിതം മുഴുവൻ നടക്കാത്ത ഒന്നിനു വേണ്ടി ശ്രമിച്ച് തകർന്നു പോയി എന്നൊരു പരാതി കൂടി നമ്മൾ കേൾക്കേണ്ടി വരരുത്. അത്രേ ഉള്ളൂ. ഒഴുകുന്ന പുഴയുടെയും വീശിയടിക്കുന്ന കാറ്റിൻ്റെയും ഗതി മാറ്റാനാവും. പക്ഷേ നിന്റെ മകൻ്റെ മനസ്സ് മാറില്ല കമല. ദൈവം പോലും അക്കാര്യത്തിൽ നിസ്സഹായനാണ്. ഞാൻ അമ്മയുടെ അടുത്തേക്കൊന്ന് പോവാ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പോകുമ്പോൾ നിന്റെ ഇളയ മകൻ എടുത്തു തന്ന ഷർട്ട് തന്നെ ഇട്ടിട്ട് പോവാം. എന്താ മതിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കമലമ്മയ്ക്ക് ഒരുപാട് സന്തോഷവുമാണ്. പിന്നെ കാണിക്കുന്നത് രാത്രിയായി കേട്ടോ. വേദ ഇങ്ങനെ വിക്രത്തിനെ കാത്തിരിക്കുവാണ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കിനും വിക്രം വന്നു കേട്ടോ. വന്നെന്ന് കണ്ടതും വേദ പെട്ടെന്ന് റൂമിനുള്ളിലേക്ക് പോയിട്ട് കിച്ചണിൽ പോയിട്ട് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കാത്തിരിക്കുവാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടേ. അതിനുശേഷം എടുത്തു വെച്ച ഭക്ഷണമൊക്കെ മൂടി വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴത്തേക്കിനും കഥ ചാരിയിട്ടുണ്ട് കേട്ടോ. വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്